ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സൈറ്റിൽ മോട്ടർ മൂളക്കം മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നിറക്കാണ്. അപ്പോൾ നമ്മുടെ മോട്ടറാണ് കാണുന്നത്. മോട്ടർ പുരയിൽ എത്തിയിട്ട് നമ്മൾ സ്വിച്ച് ഒന്ന് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് നോക്കുമ്പോൾ വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. സാധാരണ ഇങ്ങനെ മൂളക്കം വരുമ്പോൾ ഒന്നല്ലെങ്കിൽ വീല് സ്റ്റക്കായതോ അല്ലെങ്കിൽ കപ്പാസിറ്റർ കംപ്ലൈൻറ്റോ മോട്ടറിൻ്റെ വൈൻഡിങ്ങോ പോയതാവാം. നമുക്ക് എന്തായാലും ഓഫ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. നോക്കുമ്പോൾ എന്താ കംപ്ലീറ്റ് ഉരുകി വലിച്ചിറക്കണം. കപ്പാസിറ്റർ ആകാണ്ട് ചൂടായിട്ടുണ്ട്, ലോഡ് താങ്ങാണ്ട് ഉരുകി വലിച്ചിറക്കണം. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു നോക്കാം. ഇതിലാകെ പെയിൻ്റ് ആയതുകൊണ്ട് നമുക്കിതൊന്നും എത്ര MFD ആണെന്ന് കണക്കാക്കാൻ കഴിയണില്ല. കണ്ടോ, നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഇത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് മോട്ടറിൻ്റെ സൈഡിൽ തന്നെ ഒരു മെറ്റൽ ഷീറ്റിൽ മോട്ടറിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എഴുതിയിട്ട് കാണാവുന്നതാണ്. അതിൽ കപ്പാസിറ്ററിൻ്റെ അളവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, 36 MFDയുടെ കപ്പാസിറ്ററാണ്. അത് നമ്മളത് മേടിച്ച് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റാക്കി നോക്കാം. ഇതിനായിട്ട് നമ്മൾ വയർ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് കപ്പാസിറ്ററിൻ്റെ വയർ രണ്ട് സൈഡിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് കളർ കോഡൊന്നും ഇല്ല. ഏത് സൈഡിലാ വെച്ചാൽ രണ്ടറ്റത്തായിട്ട് കണക്ട് ചെയ്തിട്ട് ടാപ്പ് അടിക്കുക. ഇതിൽ കപ്പാസിറ്ററിൻ്റെ ക്ലിപ്പൊക്കെ ദ്രവിച്ച് പോയിരിക്കണം. അപ്പോൾ അത് തൽക്കാലം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മോട്ടർ കറക്റ്റ് വർക്കിംഗ് ആയിട്ടുണ്ട്. സ്പ്രിംഗ്ലറിൻ്റെ ഔട്ട് കുറച്ച് ലോങ് ആയതുകൊണ്ടാണ് നമുക്ക് വെള്ളം ചാടുന്നത് കാണാത്തത്. നമുക്ക് സൂം ചെയ്ത് കാണിക്കാം. എല്ലാ സ്പ്രിംഗ്ലറിലേക്കും വെള്ളം ലോഡാവുന്നുള്ളൂ, അതുകൊണ്ടാണ് ഫോഴ്സ് ഇല്ലാത്തത്. കണ്ട, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.